പേരിലല്ലയോ അമ്മ കാലശേഷം വെച്ച് ഇതിനകത്ത് വേറെ വല്ലവർക്കും അവകാശം ഉണ്ടോ? ആ ഇല്ല. വലിയ ഇതാ പ്ലാനിങ്ങും പദ്ധതിയായിട്ടങ്ങ് ഇറങ്ങുക. നമ്മളായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ട് ഓരോരോ കള്ളത്തരം വലിയ കള്ളങ്ങളൊക്കെ അങ്ങ് നടത്തുക. പിന്നെ അവൾ ഇവിടോട്ട് വരേണ്ട കാര്യമുണ്ടോ? അവൾക്ക് അമ്മയ്ക്ക് ഇത് എഴുതി കൊടുക്കാൻ പറ്റുമോ അവൾക്ക്? അത്രയല്ലേ. അല്ലാതെ ഇവിടെ ഒന്നും നിൽക്കുകയോ പറിക്കുകയോ ഒന്നും വേണ്ട. ഇവിടെ ഒന്നും ഒരു അവകാശവും ഇല്ല അവർക്ക്. അവൾക്ക് ഈ വസ്തു എഴുതി കൊടുക്കാനുള്ള അവകാശം വല്ലതും ഉണ്ടോ? അമ്മയ്ക്കുണ്ടോ? അതാ എഴുതി കഴിഞ്ഞ 2018 എഴുതിയതാ ഇത്. 2018 ഏപ്രിലല്ലയോ ഏപ്രിലോ മെയിലോ അങ്ങാണ്ടാ എഴുതിയത് ഇത്. ഓ പല പല രീതിയാണ് ഇങ്ങനെ ഓരോരോ കഥകളുണ്ടാക്കി നമ്മുടെ വസ്തുവും വകയെ അടിച്ചെടുക്കാനായിട്ട് നടക്കുക ഇങ്ങനെ. അയ്യോ ആൾമാറാട്ടം നടത്തി അങ്ങ് നടക്കുക. നമ്മൾ നമ്മുടെ വീട്ടിനകത്തിരിക്കുന്നു, നമ്മൾ നമ്മുടെ പെരയ്ക്കകത്തിരിക്കുന്നു. ഇങ്ങനെ ആൾമാറാട്ടവും കൊണ്ട് വട്ടത്തിൽ കുറേ എണ്ണം ഇങ്ങനെ അങ്ങ് നടക്കുക. നമ്മൾ SNDP പോകുമ്പോഴേ SNDP വാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഫോണിലാ ഭയങ്കര വാന്ന് ഒക്കെ വിളിച്ച് ഇങ്ങനെ പറയുക. ഫോണിൽ കൂടി ഇങ്ങനെ നമ്മുടെ വസ്തുവിനെ കുറിച്ച് സംസാരിക്കുക. പല പല വേലകളാണ് ഇങ്ങനെ പല പല വേലകളുമായിട്ട് നടക്കുക. പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ അച്ഛനോട് ഇഷ്ടം പോലെ പൈസ കെട്ടിടമണിക്ക് ഉണ്ടാക്കിയതാ. അച്ഛനൊന്നും ഇവിടെ ജോലിയുണ്ട്, പട്ടാളത്തിലുണ്ട്. അതൊക്കെ എത്രയും കഴിഞ്ഞാൽ മരിച്ചത്. ഒരുത്തനും വരണ്ടെന്ന് പറയാനൊക്കത്തില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തോ ഇവരുടെ വിചാരം എൻ്റെ ഇത് ഏതാണ്ട് എക്സ്ട്രാ എൻ്റെ അമ്മയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. എൻ്റെ പങ്കയിൽ എൻ്റെ അമ്മ കാലശേഷം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഏതാണ്ട് അതാണേ. ഇതിനകത്ത് ആർക്കും എന്തോ ഇനി എഴുതി കൊടുക്കാനും കുറിക്കാനും ഒന്നും ഇല്ല. എൻ്റെതാ ഇത്. അത് കണ്ടവർക്ക് കൊടുക്കാനുള്ളതല്ല ഇതൊന്നും. അല്ല അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുപ്പില്ല അവിടെ ഇങ്ങനെ ഇരുന്നോണ്ട്. നമ്മുടെ വസ്തുവിനകത്ത് നിൽക്കുന്നതിന് ഫോട്ടോ എടുക്കുക കേട്ടോ അമ്മേ. നമ്മുടെ വസ്തുവിന്റെ കാര്യം പറയുന്നതിന് ഇവൻ എന്താ ഫോട്ടോ എടുക്കാനാ? കുണ്ടി തന്നെ തിരിഞ്ഞാ വെക്കുന്നത്.